കോവിഡ്-19 വാക്സിനായ കോവിഷീൽഡ് പിൻവലിച്ച് ആസ്ട്രാസെനക്ക ബഹുരാഷ്ട്ര മരുന്ന് കമ്പനി. കോവിഷീൽഡ് പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് സമ്മതിച്ചതിന് പിന്നാലെയാണ് തീരുമാനം. കമ്പനിക്കെതിരെ വിവിധ രാജ്യങ്ങളിലെ കോടതികളിൽ കേസുകൾ നിലനിൽക്കുകയാണ്. എന്നാൽ പിന്മാറ്റത്തിന് കാരണം തികച്ചും വാണിജ്യപരമെന്നാണ് കമ്പനിയുടെ വിശദീകരണം. കോവിഡിനെ പ്രതിരോധിക്കാൻ ഓക്സ്ഫോർഡ് സർവകലാശാലയും ഇംഗ്ലണ്ടിലെ ആസ്ട്രാസെനക്ക ബഹുരാഷ്ട്ര മരുന്ന് കമ്പനിയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത വാക്സിനാണ് കോവിഷീൽഡ്. 2021 ഇന്ത്യ കോവിഷീൽഡ് വാക്സിന് അനുമതി നൽകുകയും 175 കോടിയിലധികം ഡോസ് കോവിഷീൽഡ് വാങ്ങിയിട്ടുണ്ടെന്നാണ് കണക്ക്. എന്നാൽ കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ചവരിൽ രക്തം കട്ടപിടിക്കുന്നതടക്കം പാർശ്വഫലം ഉണ്ടാകുന്നുവെന്ന് കമ്പനി തന്നെ കഴിഞ്ഞ ദിവസം സമ്മതിച്ചിരുന്നു. ഹൃദയാഘാതവും മസ്തിഷ്കാഘാതവും ഉണ്ടായ പല സംഭവങ്ങളും ചൂണ്ടിക്കാട്ടി വിവിധ രാജ്യങ്ങളിൽ കേസുകൾ നിലനിൽക്കുമ്പോഴായിരുന്നു കമ്പനിയുടെ കുറ്റസമ്മതം. പിന്നാലെയാണ് ആഗോളതലത്തിൽ വാക്സിനുകൾ പിൻവലിക്കുന്നതായി കമ്പനി അറിയിച്ചിരിക്കുന്നത്. തീരുമാനം വാണിജ്യപരമാണെന്നും ഇപ്പോഴത്തെ വിവാദങ്ങളുമായി ബന്ധമില്ലെന്നും പിൻവലിച്ച സമയം തികച്ചും യാദർച്ഛികമാണെന്നുമാണ് കമ്പനിയുടെ വിശദീകരണം. ഇന്ത്യയിൽ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് കോവിഷീൽഡ് എന്ന പേരിൽ ഇത് നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു. കമ്പനിക്കെതിരായ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. പാർശ്വഫലങ്ങൾ സംബന്ധിച്ച് വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെ കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റുകളിൽ നിന്നും നരേന്ദ്രമോദിയുടെ ചിത്രം കേന്ദ്ര സർക്കാർ നീക്കം ചെയ്തിരുന്നു. കോവിൻ വെബ്സൈറ്റിൽ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ മോദിയുടെ ചിത്രമില്ലാത്ത സർട്ടിഫിക്കറ്റാണ് ലഭിക്കുന്നത്. കൈരളി ന്യൂസ്, ദില്ലി.